ഓരോ കുട്ടിക്കും അവരവരുടേതായ നിറങ്ങളോടുള്ള ഇഷ്ടങ്ങളുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്, ആളുകളോടുള്ള ഇടപഴകൽ. ചില കുട്ടികൾ വേഗം എല്ലാവരോടും മിങ്കിളാവും, ചില കുട്ടികൾ ഒട്ടും പോവില്ല, അമ്മയുടെ സാരിത്തുമ്പിൽ തന്നെ പിടിച്ചു നിൽക്കും, അല്ലേ? ആണോ? ഒട്ടും, ഈവൺ അച്ഛനോട് പോലും അങ്ങോട്ട് ഫ്രീ ആവില്ല. ആണോ? അങ്ങനെയുള്ള കുട്ടികളില്ലേ? പറയൂ. എന്നാൽ ചിലർക്ക് ആര് വന്നാലും വർത്തമാനം പറഞ്ഞ് അങ്ങോട്ട് പോകും, അതിനൊരു പേടിയില്ല, അത്ര ഒരു ഫ്രീ മൈൻഡായിരിക്കും. ഈ സ്വഭാവങ്ങൾ, ഈ ഇഷ്ടങ്ങൾ, ഇതൊക്കെ എവിടെ നിന്നാണ് കുട്ടിക്ക് കിട്ടിയത്? അതെല്ലാം മുൻ ജന്മങ്ങളിലുള്ളതൊക്കെ അടുത്ത ജന്മങ്ങളിലേക്ക്, അതായത് ഒരു വ്യക്തിയുടെ ശീലങ്ങളും സ്വഭാവങ്ങളും സംസ്കാരങ്ങളുമൊക്കെ പൂർവജന്മത്തിൻ്റെ തുടർച്ചയാണ്. എന്താ പറഞ്ഞത്? പൂർവജന്മത്തിൻ്റെ. ഒരു ശ്ലോകം കൂടി ഈ സന്ദർഭത്തിൽ നോക്കാം. ഗീതയിൽ 8-ാം അധ്യായത്തിൽ, അത് മരണാനന്തര യാത്രയെക്കുറിച്ചുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കൃഷ്ണൻ ഗീതയിൽ 8-ാം അധ്യായത്തിൽ പറയാം, ശരി പറഞ്ഞാൽ സാങ്കേയോഗമാണ് അതൊക്കെ. 8-ാം അധ്യായത്തിൽ 6-ാമത് ശ്ലോകം, യം യം വാവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തം അപൈതി കൗന്ദേയ സദാ സദ്ഭാവഭാവിത. യം യം സ്മരൻ. യം യം എന്ന് പറഞ്ഞാൽ, യം യം എന്ന് പറഞ്ഞാൽ ഏതേത്, യാതൊന്ന് യാതൊന്ന്, അല്ലാതെ മുമ്മല്ല, കഴിക്കണ കാര്യമല്ല പറയുന്നത്. ഏതേത് സംസ്കാരങ്ങൾ, സ്വഭാവങ്ങൾ, ശീലങ്ങൾ നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വാർത്തെടുക്കുന്നുണ്ടോ? ഇപ്പം നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാണോ? നിങ്ങളുടെ സ്വന്തം സ്വഭാവത്തോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? കുഴപ്പമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വഭാവത്തെ ഒന്ന് നോക്കിക്കാണുകയാണെങ്കിൽ നല്ലതാണോ മോശമാണോ? കുറച്ചുകൂടി നന്നാക്കണം എന്നൊരാഗ്രഹമുണ്ടോ? അപ്പം നന്നല്ല എന്നുള്ള ഉറപ്പല്ലേ? അത് നല്ലതാണെങ്കിൽ പിന്നെ നന്നാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതത്ര നല്ലതല്ലാത്തതുകൊണ്ടല്ലേ നന്നാക്കേണ്ടി വരുന്നത്. അത് ശരി, ആദ്യം പറഞ്ഞപ്പോൾ ഒക്കെ കയറി. അപ്പം നമ്മുടെയൊക്കെ ചില സ്വഭാവങ്ങളും ശീലങ്ങളും, അതിൽ ചില ന്യൂനതകളും കുറവുകളും ഇല്ല? ഇല്ല, ഉണ്ട്, നല്ലോണമുണ്ട്, നല്ലോണമുണ്ട്. ഈ ശീലങ്ങളും സ്വഭാവങ്ങളും നിങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ തം തം അപൈതി, അത് തന്നെ അടുത്ത ജന്മത്തിലേക്കും കൊണ്ടുപോകും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം മനസ്സിനെ നശിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ, ശ്രദ്ധിക്കുക നിങ്ങൾ, ഉള്ളതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞില്ലേ, ഇല്ലാത്തത് ഉണ്ടാക്കാനും പറ്റില്ല, ഉള്ളതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇത് സയൻസിൻ്റെ അടിസ്ഥാന തിയറിയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, മനസ്സ് ഉള്ളതാണോ അല്ലയോ? നമ്മുടെ ശീലങ്ങളും സ്വഭാവങ്ങളൊക്കെ ഉള്ളതാണോ, ഇല്ലാത്തതാണോ? ഇല്ല, അങ്ങനെയൊന്ന്. ശീലങ്ങളും സ്വഭാവങ്ങളും ഉള്ളതാണ്, അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷെ അതിനെന്ത് ചെയ്യാൻ പറ്റും? വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു, അതിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പം അതിൽ മാറ്റം വരുത്തുന്ന അധ്യാത്മയോഗം, ആത്മീയ നിഷ്ഠ ആവശ്യമാണോ? പറയൂ. അപ്പം എന്തിനാ ആത്മീയ നിഷ്ഠ? നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവക്രമങ്ങളെ, ശീലങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ, കുറേയും കൂടിയും അതിനെ ഒരു ഡിഗ്നിഫൈഡ് ആക്കാൻ, പെർഫെക്റ്റ് ആക്കാൻ വേണോ വേണ്ടയോ? മനസ്സിലാവുണ്ട്, ഇതൊരു സയൻസാണ് ഈ പറയുന്നതൊക്കെ. അതാ ഞാൻ പറയുന്നത്, അല്പം ഒരു ഫിസിക്സും ഇതും ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഋഷിവര്യന്മാർ ഇന്നത്തെ ഫിസിക്സ് പഠിപ്പിക്കുന്ന തിയറികളെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കി പറഞ്ഞു തന്നവരാണ്. മനസ്സിലാവുണ്ടല്ലോ, ഒരു വ്യത്യാസമേ ഉള്ളൂ. ഐൻസ്റ്റീൻ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു, ഭാരതീയ ഋഷിവര്യന്മാർ ജീവിതത്തെക്കുറിച്ച് പഠിച്ചു.
മനസ്സിലാവുണ്ടല്ലോ. ഒരാൾ ജീവിതത്തെ ഡീൽ ചെയ്യുന്നു, ഐൻസ്റ്റീൻ പ്രപഞ്ചത്തെ ഡീൽ ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം ആത്യന്തികമായ സത്യം, സത്ത, പ്രിൻസിപ്പിൾ എല്ലാറ്റിലും ഒന്ന് തന്നെയാണ്. ക്ലിയർ ആണോ? നിൽക്കട്ടെ. ഇനി ശ്രദ്ധിക്കുക, ഈ മനസ്സ് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഇന്നും മെഡിക്കൽ സയൻസിന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എവിടെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്? മനസ്സിൻ്റെ പ്രവർത്തനം എവിടെയാണ്? മനസ്സ് എവിടെയാണ് നിൽക്കുന്നത്? ഈ ബോഡിയിൽ എവിടെയാണ്? പാവം അവിടെ തെറ്റിദ്ധരിച്ചതെന്താ അറിയോ? ആദ്യകാലത്ത്, ഇപ്പം മെഡിക്കൽ സയൻസ് മാറിയതെന്ന്, ഒരു കാലത്ത് അവർ ബ്രെയിൻ എന്നാണ് പറഞ്ഞത്. മനസ്സെവിടെയാണ്? ഇപ്പം അവർ പറയണു ബ്രെയിനിലല്ല, ഇപ്പോഴത് ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു മനസ്സ് എന്നാണ്. നമ്മുടെ കാലിന് ചെറിയൊരു വേദന വന്നാൽ വേദന കാലിനറ്റത്ത് തന്നെയാണ് തോന്നുന്നത്, അല്ലേ? ആണോ? ഇവിടെ മരവിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനയില്ല. ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെയാണല്ലോ അനസ്തീഷ്യയൊക്കെ തരുന്നത്. ലോക്കൽ അനസ്തീഷ്യ പറയില്ലേ? കാലിനൊരു ഓപ്പറേഷൻ വേണമെങ്കിൽ ഇപ്പം തന്നെ സിസേറിയനൊക്കെ മാറിയില്ലേ? പണ്ടൊക്കെ കംപ്ലീറ്റ് ബോധം കെടുത്തി ഓപ്പറേഷൻ കഴിച്ചിടത്തൊക്കെ ഇപ്പം വയറിൻ്റെ ഈ താഴെ ഭാഗം കൊണ്ട് മരവിപ്പിക്കും, ഇവിടുന്ന് ബോധം ഉണ്ടാവും. ഇല്ലേ? ഇപ്പം അങ്ങനെയല്ലേ? ആണോ അല്ലയോ? ഇപ്പം കംപ്ലീറ്റ് ഫുൾ അനസ്തീഷ്യ കൊടുത്തോ കീറുമോ? ഇല്ല. ഈവൻ പല്ലിനൊക്കെ വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പല്ലിൻ്റെ ഭാഗത്ത് അവിടെ ഇവിടെയൊക്കെ 3-4 ഇഞ്ചക്ഷൻ ചെയ്ത് മരവിപ്പിക്കും, അല്ലേ? നിങ്ങൾക്ക് ആ ഭാഗം തൊട്ടാൽ പോലും അറിയില്ല. അപ്പം മനസ്സിൻ്റെ പ്രവർത്തനം അവിടെ വരുന്നില്ല. മനസ്സിൻ്റെ പ്രവർത്തനം അവിടെ വരുന്നില്ല. അപ്പം മനസ്സ് ഇവിടെയൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ടല്ലോ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം മനസ്സ് ബ്രെയിനകത്താണെന്നുള്ള ആ കാഴ്ചപ്പാട് വിട്ടു. ഇപ്പം ഭാരതീയ ഋഷിവര്യന്മാർ പണ്ടേ പറഞ്ഞിരിക്കുന്നു, മനസ്സെവിടെ നിൽക്കുന്നത്? പ്രാണാപാനനോട് ചേർന്ന് കിടക്കുകയാണ്. പ്രാണനോട് ചേർന്ന് കിടക്കുകയാണ്. പ്രാണാപാനനോട് ചേർന്ന് കിടക്കണു പറഞ്ഞാൽ മനസ്സങ്ങനെ ശരീരത്തിലുടനീളം പ്രാണശരീരത്തിൽ കിടക്കുന്നു. മനസ്സ് ആരിൽ? പ്രാണനോട് ചേർന്ന് കിടക്കുന്നു. ഇതെങ്ങനെ മനസ്സിലായി പ്രാണനോട് ചേർന്ന് കിടക്കുന്നു എന്ന്? പ്രാണപ്രവർത്തനം വിട്ടുപോയാൽ മനസ്സും പോയി. ഈ മരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ മരണം എന്ന വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. കാരണം ഈ ഡെത്ത് എന്ന വാക്ക് നമ്മുടെ അല്ല, പാശ്ചാത്യരാണ് ഈ ഡെത്ത്, മരണം എന്നുള്ള വാക്ക്. നമുക്ക് മരണമല്ല ഉള്ളത്, നമുക്കുള്ളത് വേർപാടാണ്. ആ വാക്ക് അങ്ങനെയാണ്. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരതാ ഉപയോഗിച്ചിരുന്നത്. പഴയ കാരണവന്മാരുടെയൊക്കെ ഭാഷ, മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ച ഭാഷ, അവൻ നമ്മളെ വേർപെട്ടു പോയിട്ടോ എന്നാണ്. വേർപ്പെടലാണ്. അങ്ങനെയല്ലേ ഒരു ഭാഷ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ മരണം എന്നൊക്കെ പിന്നീടാണ്. ഇപ്പോഴൊക്കെ മരണമായി മാറി. മരണവും വേർപാടും വ്യത്യാസമുണ്ട്. അത് വ്യത്യാസമുണ്ട് ആ ഭാഷ. മരണം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എവിടെ പോയൊരു പിടിയില്ല. വേർപിരിയ എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരം, അതായത് പ്രാണനും മനസ്സും ചേർന്ന ജീവൻ. ആരാ ജീവൻ? പ്രാണനും മനസ്സും ചേർന്ന കൂട്ടിനെയാണ് ജീവൻ. ആ ജീവൻ ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞു. നോക്കണം, സയൻസ് ഈ വേർപിരിഞ്ഞ മനസ്സിന് എന്തില്ല? കൂടെ വരണം നിങ്ങൾ. നേരത്തെ പറഞ്ഞില്ലേ, മനസ്സിന് എന്തില്ല? നാശമില്ല. അപ്പം നാശമില്ലാതെ ഈ വേർപിരിഞ്ഞ മനസ്സെന്ത് ചെയ്യും? പരിണാമം. മറക്കരുത്. അവ്യക്തമായി സൂക്ഷ്മമായി വേർപിരിഞ്ഞാൽ എന്തായി? കൂടെ വരണം. സൂക്ഷ്മമായത് വീണ്ടും എന്താവും? വ്യക്തം. അവ്യക്തമായത് വീണ്ടും മറ്റൊരു ശരീരം എടുക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു വ്യക്തത ഭാരതീയർക്കുണ്ടായിരുന്നു. ആരും മരിച്ചില്ലാതാവുകയല്ല,
ആരും മരിച്ചു പോവുകയല്ല. ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരം. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനീ ജഠരേ ശയനം. ഇഹ സംസാരേ ബഹുദുസ്താരേ, കൃപയാ പാരേ പാഹി മുരാരേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ. പുനരഭിജനനം. അങ്ങനെ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക്. ഈ പാശ്ചാത്യ മതങ്ങൾ വന്നപ്പോഴാണ് ഈ വേർപാടെല്ലാം മരണമായത്. അങ്ങനെ നമ്മൾ വഴി തെറ്റിപ്പോയി ഹിന്ദുക്കൾ. കാരണം അവർക്ക് മരണം വ്യത്യസ്തമാണ്. അവർ തെറ്റു മനസ്സിലാക്കി. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മരിച്ച ശരീരത്തിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് അവർ ആ ബോഡി കൊണ്ടുപോയി അടക്കുന്നത്. അവിടെ അവരെഴുതി വയ്ക്കും. എന്താ എഴുതി വയ്ക്കുക? നിങ്ങൾ ഈ ക്രിസ്ത്യൻ മേഖലയിലൊക്കെ അല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? എന്താ എഴുതി വയ്ക്കുക? ആത്മാവിന് നിത്യശാന്തി, മേ സോൾ റെസ്റ്റ് ഇൻ പീസ്. അങ്ങനെയല്ലേ എഴുതി വയ്ക്കുക? ഇത് കഴുതകളായി നമ്മളും ആവർത്തിക്കും. ഈ മരിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരും, ഇത് തന്നെ. നോക്കൂ, ഇത്തരം വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും എഴുതരുത്. മരിച്ചു കഴിഞ്ഞാൽ, അതായത് വേർപെട്ട് കഴിഞ്ഞാൽ ശരീരവുമായി മനസ്സിന് പിന്നെ യാതൊരു, അവരെന്താ അങ്ങനെ എഴുതി വെച്ചാൽ അവരുടെ പുസ്തകത്തിൽ അതാ എഴുതി വെച്ചത്. അതായത് ഒരു ജഡ്ജ്മെൻ്റ് ദിവസം ദൈവം ഈ ആത്മാക്കളെ ആദ്യം സെൻസസ് ഒക്കെ എടുക്കും. ദൈവം ഓരോരുത്തരെയും നോക്കും, എവിടെയാണ് എന്തായിരുന്നു എന്ന്. ഓ ശരി, പെരുമ്പാവൂരായിരുന്നു. കയ്യിലിരിപ്പ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് കയ്യിലിരിപ്പൊക്കെ മോശമായിരുന്നെങ്കിൽ നേരെ എങ്ങോട്ട്? പലരും പോയി വന്നവരുണ്ട് തോന്നണു. ഇത്ര കൃത്യതയോടുകൂടി പറയണമെങ്കിൽ. അപ്പം തോന്നിവാസമൊക്കെ ചെയ്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോവാം? ഇപ്പം ദൈവം നോക്കും. ഇവൻ എല്ലാ ദിവസവും ബീവറേജിൽ പോയി ക്യൂ നിന്നിട്ടുണ്ട്. അപ്പം ഇവനെ സ്വർഗത്തിലേക്ക് അയക്കും. കാരണം അവിടെയാണ് അത്രയും മദ്യപ്പുഴയുള്ളത്. കാരണം ഈ ശീലം തുടരണമല്ലോ അവന്. ഇവിടെ മോന്തിയെ കുടിച്ച് അവിടെ പട്ടികളെ പോലെ അവന് കുടിക്കാം. കാരണം പുഴ തന്നെ മദ്യപ്പുഴയാണ്. ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും പാവം അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ജനിച്ചു വരുന്ന ഒരു കുട്ടിക്ക് സ്വപ്നങ്ങളുണ്ട്, ഇഷ്ടാനിഷ്ടങ്ങളുണ്ടെങ്കിൽ ആരും സ്വർഗത്തിലും നരകത്തിലും പോയിട്ടില്ല. അപ്പം ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ മനസ്സിവിടെ ജനിക്കോ ഇല്ലയോ? ഹിന്ദുവിൻ്റെ മാത്രമാണോ ഇങ്ങനെ വരിക? ഈ നിയമം ഹിന്ദു എന്നുള്ളൊരിതുണ്ടോ? ഇതൊരു യൂണിവേഴ്സൽ നിയമമാണോ? എന്താ വേണ്ടാത്തത്? ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു, ഓ അത് മുമ്പ് ഹിന്ദു ആയിരുന്നു. അങ്ങനെയുണ്ടോ? ഉണ്ടോ? അപ്പോൾ ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും വേർപെട്ടുപോയ മനസ്സ് വീണ്ടും ഉറക്കെ പറയൂ, ജനിക്കും. ആരും സ്വർഗത്തിലും പോകുന്നില്ല, നരകത്തിലും പോകുന്നില്ല. അപ്പം ഇവിടുന്ന് വിട്ടിട്ടൊരു സ്വർഗവുമില്ല, ഒരു നരകവുമില്ല. പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം. എന്തൊരു വ്യക്തതയാണ് ഭാരതീയ ഋഷിവര്യന്മാർക്ക്. എനിക്കൊരു അത്ഭുതം തോന്നിയത്, അമേരിക്കയിലെ ഒരു വളരെ പ്രസിദ്ധനായ സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ധാരാളം കേസുകൾ പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഹിന്ദുമതമൊന്നും അറിയില്ല. പിന്നീടാണ് അദ്ദേഹം ഹിന്ദുമത സംസ്കാരങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം പേഷ്യൻറ്റിനെ പഠിച്ച് ഹിപ്നോട്ടിസൊക്കെ ചെയ്തും മറ്റും പഠിച്ചപ്പോൾ
അദ്ദേഹം പറഞ്ഞു, എൻ്റെ രോഗികളിലുള്ള പലരുടെയും ചിന്തകൾ ഈ ജന്മവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പം എനിക്ക് മനസ്സിലാവുന്നു, ഇവരേതോ ഒരു പൂർവ്വജന്മത്തിൽ നിന്നും വന്നതാണ്. വൺ മാസ്റ്റർ ആൻഡ് മെനി ലൈഫ്. ഒരു പുസ്തകം എഴുതി അദ്ദേഹം, ഒരു പുസ്തകം എഴുതി. അത് ഭയങ്കര ചൂടപ്പം പോലെ വിറ്റു. പിന്നീടാണ് അദ്ദേഹം പറഞ്ഞത്, ഭാരതീയ ദർശനത്തിൽ ഈ കാഴ്ചപ്പാട് നേരത്തെ അവർ കണ്ടെത്തിയിരുന്നു. അതായത് ഓരോ വ്യക്തിയും കഴിഞ്ഞ ജന്മങ്ങളുടെ ശീലങ്ങളും സ്വഭാവങ്ങളുമായിട്ടാണ് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നതെന്ന്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാണ് ഭാരത സംസ്കാരത്തോടും യോഗയോടും ധ്യാനത്തോടും ഒക്കെ പാശ്ചാത്യർക്ക് വളരെയധികം, കാരണം അവർക്ക് മനസ്സിലായി സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് അല്ല പോകുന്നത്, പുനരഭി. അപ്പം ഇവിടെ തന്നെ നല്ല ശീലങ്ങളും സ്വഭാവങ്ങളും ഇല്ലെങ്കിൽ ഈ കെട്ട പൊട്ട സ്വഭാവവുമായി അടുത്ത ജന്മം ദുരിതം അനുഭവിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇവിടെ വെച്ച് മാറ്റണം. വൺ ഫോം ഓഫ് എനർജി ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അനദർ ഫോം. ഇവിടെ തന്നെ സ്വഭാവങ്ങളെ ശീലങ്ങളെ നമുക്ക് പവിത്രീകരിക്കണം. മനസ്സിലാവുണ്ടോ പറയുന്നത്? ഈ തരത്തിൽ അവരൊക്കെ പരീക്ഷ. അതുകൊണ്ടാണ് നിങ്ങൾ വിദേശത്ത് പോയാൽ എത്ര യോഗാ സെൻ്ററുകളും ധ്യാന കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ ഭാരത സംസ്കാരം അവർ കൂടുതൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണക്കാർ ഇസ്കോണാണ്. ഇസ്കോൺ വളരെയധികം ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്, ഗീതയൊക്കെ. നിൽക്കട്ടെ. അപ്പം ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? പഞ്ചഭൂതം, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചപ്രാണന്മാർ, അതിൽ പ്രവർത്തിക്കുന്ന മനോ, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇനി ശ്രദ്ധിക്കുക, ഈ മനസ്സും ബുദ്ധിയും ചിത്തം അഹങ്കാരം എവിടുന്നാണ് ഉദ്ഭവിക്കുന്നത്? ഇതെവിടുന്നാണ് ആരംഭിക്കുന്നത്? ഇതിനൊരു ആരംഭമുണ്ടാവണ്ടേ? ഇതെവിടുന്നെങ്കിലും പരിണാമം ഉണ്ടാവണമെങ്കിൽ അതിനൊരു എസൻസ് ഉണ്ടാവണ്ടേ? ഒരു വൃക്ഷമുണ്ടാവണമെങ്കിൽ അതിനൊരു വിത്തുണ്ടാവണ്ടേ? അപ്പം ഈ ചിന്തകളുടെ ഉറവിടം ഉണ്ടാവണ്ടേ? ഇവിടെ വന്നില്ല. എവിടുന്നാണ് ഈ ചിന്തകൾ ഉണ്ടാവുന്നത്? ഈ ചിന്തകളെ ഉദ്ഭവിപ്പിക്കാനുള്ള കഴിവ് പൂർണ്ണ സ്വതന്ത്ര അനന്തബോധത്തിനുണ്ട്. ഏതിനുണ്ട്? പൂർണ്ണവും സ്വതന്ത്രവുമായൊരു ബോധത്തിനുണ്ട്. അപ്പം ബോധം അത് പൂർണ്ണമാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ അതിന് അതിർവരമ്പുകൾ ഇല്ല, അത് സ്വതന്ത്രമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദുരിതം അനുഭവിക്കേണ്ട എന്നൊക്കെ പറയുന്നത്. കാരണം ദുരിതം അനുഭവിക്കുന്നവർ ഒരു ചെറിയ ലോകത്തിൽ ഒരുങ്ങി നിൽക്കുകയാണ്. അവരുടെ ശ്രദ്ധയെ അവർക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ. അപ്പം അതിന് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ? അവരുടെ ബോധം സ്വതന്ത്രമായതുകൊണ്ടല്ലേ? ആണോ? അത് വളരെ കൺജസ്റ്റഡ് ആയിരുന്നു, കൺഫൈൻഡ് ആയിരുന്നു, അത് വളരെ ലിമിറ്റഡ് ആയിരുന്നെങ്കിൽ അവർക്ക് എങ്ങനെയാണ് മനസ്സിനെ മാറ്റാൻ പറ്റുക? നമ്മുടെ ഈ സ്റ്റേജിൽ ഇത്രയും സ്പേസ് ഉള്ളത് കൊണ്ടാണ് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ഇവിടെ ചെയ്യാം, അല്ലേ? ആണോ? ഇരിക്കുന്ന സ്ഥലം വളരെ കൺജസ്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിലൊതുങ്ങിക്കൊണ്ടേ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? എന്നാൽ നമ്മുടെ മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾ വളരെ കൺജസ്റ്റഡ് ആണെന്ന്? അതുകൊണ്ടല്ലേ അനാവശ്യമായ ചിന്തകളൊക്കെ ഉള്ളിൽ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ചിന്ത വരാതിരിക്കില്ല. എങ്ങനെയെങ്കിലും ഇതൊന്നൊക്കെ എനിക്കൊന്ന് പുറത്ത് കടക്കണം, എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് മാറണം തോന്നാറില്ല? ഒരു വിഷമം വരുമ്പോൾ തോന്നാറില്ലേ? പറയൂ. ആ ഒരു ചിന്ത വരുന്നത് തന്നെ നമുക്ക് പുറത്ത് കടക്കാനുള്ളൊരു സ്പേസ് ഉള്ളിൽ ഉള്ളത് കൊണ്ടാണെങ്കിൽ, നമുക്കതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആ സങ്കുചിത ലോകത്തിൽ തന്നെ കുരുങ്ങിക്കിടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ജീവി മലർന്നു കിടന്ന് കൂടുണ്ടാക്കി അങ്ങനെ അതിൽ പെട്ടുപോകുന്ന ഇതുപോലെ നമ്മളൊരു ചെറിയ ലോകം ഉണ്ടാക്കി. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? സ്വപ്നം കാണുമ്പോൾ നമ്മൾ വേറൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ചില സമയത്ത്
അവിചാരിതമായിട്ട്, സ്പോണ്ടേനിയസ് അല്ല, അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായി ഏതോ ഒരു നിമിഷം കൊണ്ട് നമ്മൾ സ്വപ്നത്തിൽ നിന്നും പുറത്ത് കടക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ വേറൊരു സ്പേസ് കാണുന്നത്. ഞാൻ ഈ സ്വപ്നത്തിൽ കുരുങ്ങിക്കിടന്ന ആളല്ല, എനിക്ക് സ്വപ്നത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. ആ ബോധത്തിൻ്റെ ഒരു വ്യാപ്തി അവിടെ നമ്മൾ കാണുന്നു. സ്വപ്നത്തിൽ കുരുങ്ങിക്കിടന്ന നാം സ്വപ്നത്തിൽ നിന്നും പുറത്ത് കടക്കുന്ന പോലെ ഇപ്പോഴുള്ള ദുരിത ദുഃഖങ്ങളിൽ നിന്നൊക്കൊന്ന് പുറത്ത് കടക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. കാരണം അതിനുള്ളൊരു സ്പേസ്, അതിനുള്ളൊരു ഫ്രീഡം നമ്മുടെ ബോധത്തിൽ ഉണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചിന്തകളൊക്കെ എവിടെ നിന്നാണ് വന്നത്? ചിന്തകൾ വന്നത് ബോധത്തിൽ നിന്നും, അത് പ്രവർത്തിക്കുന്നത് പ്രാണനിലൂടെയും. വാസ്തവത്തിൽ നമുക്ക് ഈ ശരീരവുമായി യാതൊരു ബന്ധവുമില്ല. ഈ ശരീരവുമായി യഥാർത്ഥത്തിൽ ഒരു ബന്ധം നമുക്കില്ല. ചിലവർ റെൻറ്റിന് ആഭരണം വാങ്ങിക്കും. ഇപ്പം സ്വർണത്തിന് അത്രയും വില കൂടിയിരിക്കുന്ന കാലം. ഇപ്പം കല്യാണത്തിനൊക്കെ പണ്ട് കാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീകളുടെ ഇടയിൽ ഇടപാടുണ്ടായിരുന്നു. മീനാക്ഷി ഇതിൻ്റെ ചെയിനൊന്ന് തരണം കേട്ടോ, ഇല്ലേ, നാത്തൂൻ്റെ കല്യാണത്തിന് പോവാനാ, അല്ലെങ്കിൽ മരുമകളുടെ വീട്ടിലൊരു കല്യാണത്തിന് പോവാനാണ്. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും സ്വർണ്ണമൊക്കെ കടം മേടിച്ച്, അത് നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെയുള്ള മാലയാണെങ്കിൽ ഓ നന്നായിട്ടുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ പറയുമ്പം നിങ്ങൾ പറയോ കടം വാങ്ങിച്ചതാണെന്ന്? കടം വാങ്ങിച്ചാന്ന് പറയോ? ഇല്ല. അത് ആരാ വാങ്ങിച്ചതെന്നൊന്നും ഓർമ്മയില്ല. എവിടുന്ന കാര്യം നമ്മുടെ അല്ല. ഈ തരത്തിലുള്ള കുറേ കള്ളത്തരൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരു മേനി കാണിക്കും, ഇല്ലേ? അങ്ങനെയല്ലേ? ആണോ അല്ലയോ? പഴയ കാലത്ത് വസ്ത്രം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ, ആളുകൾ വാങ്ങിക്കില്ലേ? ഉണ്ടോ? ഇന്നിപ്പോൾ അതൊക്കെ മാറി, കാലം മാറിപ്പോയി. ഇന്നിപ്പോൾ എല്ലാവരും പ്രസ്റ്റീജായി. കുക്കറും പ്രസ്റ്റീജാണ്, ജീവിതവും പ്രസ്റ്റീജാണ്, ഇല്ലേ? അന്നത്തെ പോലെയല്ല. അപ്പോൾ ഈ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാലോ, ഇതൊന്നും എൻ്റെ അല്ല, ഇതെല്ലാം തൽക്കാലത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇതുപോലൊരു ബോധം ഉള്ളിൽ വെക്കണം. ഞാൻ ഈ ശരീരത്തിൻ്റെ അല്ല, എനിക്ക് ശരീരവുമായി സത്യത്തിലൊരു ബന്ധമില്ല. പ്രാണൻ ഈ ശരീരത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ശരീരവുമായി ബന്ധം. ശരീരവുമായിട്ടുള്ള ബന്ധം പ്രാണനേ ഉള്ളൂ, മനസ്സിനില്ല. ആർക്കില്ല? മനസ്സിനില്ല. നാം എന്ന് പറയുന്ന ആരാ? മനസ്സാണ്. കാരണം ഞാൻ എന്ന ഭാവം മനസ്സിലാണുള്ളത്. ഈ അഹങ്കാരം എവിടെയാണ് ഉള്ളത്? പ്രാണനിലാണോ മനസ്സിലാണോ? മനോബുദ്ധി ചിത്തം അഹങ്കാരം. ആ അഹങ്കാരം പ്രാണനിൽ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ഈ മനസ്സിൻ്റെ കൂട്ടിലല്ലേ ഇരിക്കുന്നത്? ആണോ? മനസ്സുണർന്നു വരുമ്പോഴല്ലേ ഞാനെന്ന ഭാവം ഉണർന്നു വരുന്നത്? ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ശരീരവുമായി നേരിട്ടൊരു ബന്ധമുണ്ടോ? ഉണ്ടോ? നമ്മളിപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ശരീരത്തിലോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടിരിക്കണം. പക്ഷെ നമുക്കറിയാം ഇതൊക്കെ അഴിച്ചു മാറ്റാൻ പറ്റുന്നതാണ്. ശരീരവുമായി വസ്ത്രത്തിന് യാതൊരു, ഇതുപോലെ ജീവാത്മാവ് ധരിച്ച വസ്ത്രമാണ് ദേഹം. ഇതൊരു വസ്ത്രമാണ്. കൃഷ്ണൻ ഗീതയിൽ 2-ാം അധ്യായത്തിൽ 22-ാം ശ്ലോകത്തിൽ പറയും, വാസംസിജിർനാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. നമ്മൾ ദിവസവും വസ്ത്രം മുഷിഞ്ഞാൽ
ഈ ഉടുത്തത് പോയി മാറ്റില്ലേ? മേല് കഴുകുമ്പം മാറ്റണം, അല്ലെ ഇത് വേർത്ത് കുളിച്ച സാധനമാണ്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? വേറൊരു വസ്ത്രം ധരിക്കുന്നു. ഇതുപോലെ രാത്രി ഈ ദേഹി എന്ന് വെച്ചാൽ ഈ മനസ്സ് ഉറങ്ങുമ്പോൾ പിന്നെ ഇതിന് ദേഹവുമായി യാതൊരു, രാത്രി ഉറക്കത്തിൽ എന്ത് ബന്ധമുണ്ട് നമുക്ക് ശരീരത്തിൽ? ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. സ്വപ്നത്തിൽ മനസ്സിന് ശരീരവുമായി എന്ത് ബന്ധമുണ്ട്? ബന്ധമുണ്ടോ? സ്വപ്നം കാണുന്ന നമുക്ക് ദേഹത്തെക്കുറിച്ച് യാതൊരു, ഉറക്കെ പറയൂ, മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? മനസ്സിന് ശരീരവുമായി യാതൊരു ബന്ധമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ചില അനുഷ്ഠാനങ്ങൾ കൊണ്ട് നടന്നാൽ നമുക്ക് ജീവിതത്തെ മാറ്റിമറിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പം 24 തത്വങ്ങൾ, 5 പഞ്ചഭൂതം, 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 5 പ്രാണൻ, മനോബുദ്ധി ചിത്തം അഹങ്കാരം, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അനന്തമായ ബോധത്തിൽ നിന്ന് മനോബുദ്ധി ചിത്തം അഹങ്കാരം വരുന്നു. പ്രപഞ്ച ഊർജത്തിൽ നിന്നും യൂണിവേഴ്സൽ എനർജിയിൽ നിന്നും പഞ്ചഭൂതങ്ങൾ പ്രകടമാവുന്നു. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെല്ലാം പ്രപഞ്ചൂർജത്തിലേക്കും ഈ മനസ്സും ബുദ്ധിയും ചിത്തം അഹങ്കാരമെല്ലാം ബോധ ഊർജത്തിലേക്ക്. അപ്പോൾ അവിടെ 2 ഊർജങ്ങളാണുള്ളത്. ഇത് മോഡേൺ സയൻസ് ഇപ്പോഴാണ് ക്രമേണ പറഞ്ഞു വരുന്നത്. ഒരു നിരീക്ഷക ഊർജമുണ്ട്, ഒരു നിരീക്ഷിക്കപ്പെടുന്ന ഊർജവുമുണ്ട്. ഒരു നിരീക്ഷകനാകുന്ന ബോധ ഊർജവുമുണ്ട്, ഒരു നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചോർജവുമുണ്ട്. നിരീക്ഷകൻ ബോധമാണ്, നിരീക്ഷിക്കപ്പെടുന്നത് പ്രപഞ്ചമാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ 2 വാക്കുകൾ ഇന്ന് സയൻസ് പറയുന്നു. എന്നാൽ ഭാരത ഋഷിവര്യന്മാർ പറഞ്ഞു, പ്രപഞ്ചം പ്രപഞ്ചോർജത്തിൽ നിന്നും മനസ്സ് ബോധ ഊർജത്തിൽ നിന്നും വന്നു. പൂർണ്ണമത പൂർണ്ണമിതം, അതും പൂർണ്ണം ഇതും പൂർണ്ണം. അത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചം പൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു പ്രപഞ്ചോർജത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം പറയൂ വരുന്നത്. അതുപോലെയാണ് നമ്മുടെ ശരീരവും. ഇത് പ്രപഞ്ചോർജത്തിൻ്റെ ഭാഗമാണ്. ഏത്? ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, പ്രപഞ്ചം, 5 അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഈ മനോബുദ്ധി അഹങ്കാരങ്ങളൊക്കെയോ അത് ബോധ ഊർജത്തിൻ്റെ ഭാഗമാണ്. ഏത് ഊർജത്തിൻ്റെ? അപ്പം അതും പൂർണ്ണം ഇതും പൂർണ്ണം. പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യ. അപ്പം നമ്മൾ ആരാണ് വാസ്തവത്തിൽ? പൂർണ്ണ ഊർജത്തിൽ നിന്നും വന്നവരാണ്. പൂർണ്ണമായ ബോധ ഊർജത്തിൽ നിന്നും അതിൻ്റെ ഒരംശമാണ് നമ്മൾ. ഞാൻ പൂർണ്ണ സ്വതന്ത്രമായ ബോധത്തിൻ്റെ ഒരു അംശമാണ്. ഈ ബോധം നമ്മളിൽ ഉറപ്പിക്കണം. ഞാൻ ആരാണ്? പൂർണ്ണമായ സ്വതന്ത്രമായ ബോധത്തിൻ്റെ ഉറക്കെ പറയൂ, ഒരംശമാണ്. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ. കാരണം എവിടെ നിന്നാണോ ആരംഭിച്ചത് അവിടെ എത്തണം. അപ്പം പൂർണ്ണമായ ഒരു, നോക്കൂ, പ്രപഞ്ചം പൂർണ്ണമാണ്, നേരത്തെ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഐൻസ്റ്റീൻ പറഞ്ഞ എനർജിയിൽ നിന്ന് വന്നത് വീണ്ടും എനർജിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പോലെ ബോധത്തിൽ നിന്നും വന്നത് ഉറക്കെ പറയൂ, ബോധത്തിലേക്ക് തിരിച്ചെത്തണം. അവിടെ എത്താൻ സാധിക്കുന്നവർക്ക് ഇനിയൊരു പുനർജന്മത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഗീത 8:16. ഇതൊക്കെ ഗീതാ പുസ്തകം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വേഗം മനസ്സിലാവും. ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി അർജുന. ഹേ അർജുന, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പുനരാവർത്തിയാണ്. നിങ്ങളൊന്നും വിചാരിക്കണ്ട. നോക്കൂ, വളരെ ശ്രദ്ധിക്കൂ. ഇവിടെ നിങ്ങൾ അലസരായി ജീവിച്ചാൽ, ഇവിടെ നിങ്ങൾ തോന്നിയതുപോലെ ജീവിച്ചാൽ തീരില്ല പ്രശ്നം. കാരണം നിങ്ങളുടെ ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ അടുത്ത ജന്മം നിങ്ങൾ അനുഭവിക്കണം. കാരണം നിങ്ങളതാ കൊണ്ടു നടക്കുന്നത്.
മനസ്സിലായില്ലേ? ഇവിടം കൊണ്ടതൊന്നും നശിക്കില്ല. കാരണം ഉള്ളതിനെ നശിപ്പിക്കാൻ ഉറക്കെ പറയൂ സാധ്യമല്ല. എന്നാൽ ഉള്ളതിന് എന്ത് ചെയ്യാം? പരിവർത്തനം വരുത്താം. ഇപ്പം നമ്മൾ സോളാർ എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റുന്നില്ലേ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? ഡീസലൊക്കെ ഉപയോഗിച്ച് ജനറേറ്റർ വർക്ക് ചെയ്ത് കറണ്ടാക്കി മാറ്റുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഒരു ഊർജത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റുന്നു. നമ്മളിപ്പോൾ കഴിച്ച ഭക്ഷണം അതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ രക്തമാവുന്നില്ലേ? സെല്ലുകളാവുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ ഒരു ഊർജത്തിലുള്ള പരിണാമം എന്നതുപോലെ മനസ്സിനെയും നമുക്ക് മാറ്റിമറയ്ക്കാൻ ഉറക്കെ പറയൂ സാധിക്കും. അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ അതേ സ്വഭാവങ്ങളുമായി നമ്മൾ തിരിച്ച് ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി അർജുന. ഇതൊന്നും ആത്യന്തികമായി നശിക്കുകയല്ല, പുനഃ ആവർത്തി. ഇത് വീണ്ടും വന്നുകൊണ്ടേയിരിക്കും, തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാവുണ്ടല്ലോ? എന്നാൽ മാമുപേത്യതു കൗന്ദേയ, മാം എന്ന് പറഞ്ഞാൽ പൂർണ്ണബോധം എന്നർത്ഥത്തിൽ. ആ പൂർണ്ണബോധത്തിലേക്ക് ഉപേത്യ ആരാണോ അനുഷ്ഠാനത്തിലൂടെ എത്തിച്ചേരുന്നത്, പുനർജന്മം ന വിദ്യതേ. എന്തുണ്ടാവില്ല? പുനർജന്മം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെവിടെ എത്തിച്ചേർന്നു? പൂർണ്ണതയിലെത്തിയാൽ പിന്നെ എന്ത് പുനർജന്മം? അവരെത്തേണ്ട പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. മനസ്സിലാവുണ്ടോ? അപ്പോൾ മനുഷ്യൻ എന്തിനാ ഭൂമിയിൽ വന്നത്? പൂർണ്ണതയിലേക്കുള്ളൊരു യാത്രയാണ് ജീവിതം. പഠിക്കണം. ഞാൻ എന്തിനാ വന്നത്? ഞാൻ ആരുടെയോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ആരുടെയോ ദുഷ്ടത്തരങ്ങളോ അനുഭവിക്കാനല്ല. ഞാൻ ആരോടോ ബന്ധമുണ്ടാക്കി ഇവിടെ കെട്ടിപ്പിടിച്ചിരിക്കാനല്ല. ഒന്നിനെ എനിക്ക് വെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല. കാലമൊന്നും കെട്ടിപ്പിടിച്ചിരിക്കാൻ നമ്മളെ അനുവദിക്കില്ല. കാരണം കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും പിടിച്ചിരിക്കാൻ കാലം നമ്മളെ ഈ ശരീരം പോലും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇതും കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഭൂമിയിൽ എന്തിനാ വന്നത്? പൂർണ്ണതയിലേക്കുള്ള ഒരു പ്രയാണമാണ്, പ്രയത്നമാണ് ജീവിതം. വാട്ട് ഈസ് ലൈഫ്? പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതം. എന്തൊരു വ്യക്തതയാണ് നോക്കൂ നിങ്ങൾ. ഓ, ക്ലിയർ അല്ലേ ജീവിതത്തെക്കുറിച്ച്? കാരണം ഞാൻ വന്നത് പൂർണ്ണതയിൽ നിന്നാണ്. എനിക്ക് തിരിച്ചെത്തേണ്ടതും പൂർണ്ണതയെ. ഉള്ളതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇതേ ശീലങ്ങളും സ്വഭാവങ്ങളും അടുത്ത ജന്മവും എന്നെ വേട്ടയാടും. ഒരു ദൈവത്തെ വിളിച്ച് കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. മനസ്സിലാവുണ്ടോ? വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടോ നമുക്ക്? ഉണ്ടോ? മനസ്സിലാവുണ്ടോ? ഇതൊക്കെ മനസ്സിലായി എവിടെ ആത്മഹത്യ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. കാരണം ആത്മഹത്യ ചെയ്തിട്ടും കാര്യമില്ല. ആ ദുഷിച്ച മനസ്സുമായി വീണ്ടും ഒരു ജന്മം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? താൻ നിരന്തരം ചെയ്യുന്നത് അനുഭവിക്കണം. വേറൊരാൾക്കതിലൊന്നും ചെയ്യാനില്ല. ഇതിനൊന്നും ദൈവത്തെ പഴി പറഞ്ഞിട്ട് യാതൊരു പറയൂ ഒരു കാര്യമില്ല. അപ്പം പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്തു? ദുരിതങ്ങളുണ്ടോ? നന്നായി. നേരത്തെ വിതുരൻ പറഞ്ഞ പോലെ തീർത്ഥാടനം ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെ ജീവിതത്തെ കാണണം. ആരുപദ്രവിച്ചാലും പറയണം നന്നായി. അങ്ങനെയെങ്കിലും ഭക്തി വരുമല്ലോ. കൂടുതൽ കൂടുതൽ ആരോട് അടുക്കാം? ഭഗവാനോട്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനോട്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പൂർണ്ണബോധത്തോട് അടുക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ആർക്കും നിങ്ങളെ തകർക്കാൻ പറ്റില്ല. നിങ്ങളെ തളർത്തുന്നത് നിങ്ങളാണ്.